പൊതുവേ മിഡിൽ ഈസ്റ്റിൽ വരുന്ന പ്രവാസികളോട് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചോദിക്കുന്ന സ്ഥിരം ചോദ്യം എന്താ, എന്നാ തിരിച്ചു പോകുന്നതാണ് അല്ലേ? എത്ര കേൾക്കണ്ടെന്ന് വിചാരിച്ചാലും ഇത് കേൾക്കേണ്ടി വരും. ഇവിടെ വരുന്ന പ്രവാസിയോട് എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചാൽ ഒരു 4-5 വർഷം നിൽക്കണം, കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കണം, കടം തീർക്കണം. ഇവിടെ വരാനായിട്ട് കുറേ കടം ഉണ്ടാക്കും, എന്നിട്ടൊരു 3 വർഷം ആ കടം തീർക്കാനായിരിക്കും പണിയെടുക്കുന്ന മുഴുവൻ. ആ കടം തീർത്ത് കഴിയുമ്പോഴത്തേക്ക് വേറെ കട അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത കടത്തിലേക്ക് പോകും. ഈ രാജ്യത്ത് വന്നാൽ പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റില്ല അല്ലേ? പോയാലും തിരിച്ചു വരും. കാര്യം എന്താണ്? നമ്മളെക്കാൾ ആവശ്യം അവിടെ നിൽക്കുന്നവർക്കാണ് നമ്മളെ കൊണ്ടേ. ഒരു അമ്പലത്തിൽ, ഒരു പള്ളിയിൽ, ചർച്ചിൽ ഒരാവശ്യം വന്നാൽ ആദ്യം ഓടി വരുന്നത് നമ്മളെ വീട്ടിലായിരിക്കും. റെസിപ്റ്റിലെ അവരെഴുതി തരും, അത് കൊടുക്കേണ്ടി വരും. നമ്മുടെ മേളിൽ ഒരു വലിയ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് എല്ലാവർക്കും, കുടുംബത്തിന് മാത്രമല്ല, അയൽക്കാർക്കും കമ്മിറ്റിക്കാർക്കും ഒക്കെ ഉണ്ട്. ആഴ്ചയിൽ ഒരു 4 കല്യാണം കാണും, 3 പാല് കാച്ച് അല്ലേ, 8 ചോറൂണ്. ഇതിനൊക്കെ പ്രവാസി എക്സ്പെക്റ്റേഷന് വിധേയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻ വലുതാകുമ്പോൾ, ബാധ്യതകൾ ഒരുപാടാകുമ്പോൾ, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് വരുന്ന നമ്മൾ ഇതൊക്കെ നേടിയെടുക്കാൻ ഇങ്ങനെ കഠിന പ്രയത്നമൊക്കെ നടത്തും. പക്ഷേ ഈ പ്രയത്നത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ കളർ മാറുന്നതും, നമ്മുടെ ജീവിതത്തിൽ പല ബന്ധങ്ങൾ കൊഴിഞ്ഞു പോകുന്നതും, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കുറേ ബന്ധങ്ങൾ കയറി വരുന്നതും ഒക്കെ നമ്മൾ അറിയാതെ പോകും. ഇതറിയാതെ പോയാൽ ഈ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല.